ഈ രാജ്യത്തെ എല്ലാ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും കുറിച്ച് സമഗ്രമായി പഠിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു. കോച്ചിംഗ് സെന്ററുകളിലെ നിലവിലത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കും. പരീക്ഷയ്ക്ക് മുന്നോടിയായി സെന്ററുകളിൽ നടക്കുന്ന പ്രവൃത്തികൾ വീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കും. കോച്ചിംഗ് സെന്ററുകളെ നിയന്ത്രിക്കാൻ പ്രത്യേക കമ്മിറ്റിയും രൂപീകരിക്കും. വൈഎസ് അഭിനന്ദനുടെ കൂടുതൽ വിവരങ്ങളുമായി. വൈഎസ് അഭിനന്ദൻ, ഇനി കോച്ചിംഗ് സെന്ററുകളെ അങ്ങനെ കയറൂരി വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണോ ഈ പരിഷ്കാരത്തോടൊപ്പം കേന്ദ്രം ചെയ്യാൻ പോകുന്നത്? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. കേന്ദ്ര സർക്കാർ കോച്ചിംഗ് സെന്ററുകൾക്ക് പൂട്ടിടാൻ പോകുകയാണ്. കോച്ചിംഗ് സെന്ററുകൾ വഴി തന്നെയാണ് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയടക്കമുണ്ടായത് എന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊക്കെ തീരുമാനം കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ കൈക്കൊണ്ടത്. ഇപ്പോൾ ദില്ലി സർക്കാർ അത് നടപ്പാക്കാനുള്ള ഉദ്ദേശവും സ്വീകരിച്ചിരിക്കുകയാണ്. ദില്ലി പോലീസിന്റെ ഒരു സംഘം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുണ്ട്. പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ അടക്കം കഴിഞ്ഞ ദിവസം രൂപീകരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ടാസ്ക് ഫോഴ്സ് എന്തൊക്കെയാണ് കോച്ചിങ് സെന്ററുകൾ നടക്കുന്നതെന്ന് പരീക്ഷകൾക്ക് മുമ്പും ശേഷവും അത് പരിശോധിക്കും. പരിശോധിച്ച ശേഷം വിശദമായ റിപ്പോർട്ട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് നൽകണം. വിദ്യാഭ്യാസ വകുപ്പ് അവലോകനം നടത്തിയത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തെ ഏൽപ്പിക്കണമെന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കോച്ചിംഗ് സെന്ററുകൾ വഴിയാണ് പലതരത്തിലുള്ള തട്ടിപ്പുകളും ഈ ചോദ്യപേപ്പർ ചോർച്ചയടക്കം നടന്നത്. ടെലഗ്രാമിലൂടെ ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും കോച്ചിംഗ് സെന്ററുകളാണെന്ന് കണ്ടെത്തിയിരുന്നത്. പിന്നാലെയാണ് ഇപ്പോൾ അതിനൊരു കയറൂരി വിടാൻ സാധിക്കില്ല, തടയിട്ടേ മതിയാകൂ എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ നീറ്റ് പരീക്ഷ പ്രഖ്യാപിക്കുന്ന ദിവസം മുതൽ എന്തൊക്കെയാണ് കോച്ചിംഗ് സെന്റർ നടക്കുന്നതെന്ന് കൃത്യമായി സർക്കാർ തന്നെ ഇറങ്ങുന്ന ഒരു ടീം പ്രത്യേക ടാസ്ക് ഫോഴ്സ് വീക്ഷിക്കും. അതിനുശേഷം അവിടുത്തെ കോച്ചിംഗ് സെന്ററിലെ അധ്യാപകരുമായി സംസാരിക്കും. കോച്ചിംഗ് സെന്ററിൽ നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംസാരിക്കും. അതിനുശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ട് തയ്യാറാക്കിയതിന് പിന്നാലെ ഇത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ഒരു 5 അംഗ സംഘം കോച്ചിംഗ് സെന്ററിൽ ഇറങ്ങി അവിടെ എന്താണ് നടക്കുന്നതെന്ന് പഠിക്കാനുള്ള തീരുമാനം. കോച്ചിംഗ് സെന്ററുകളെ പൂട്ടിടാൻ കോച്ചിംഗ് സെന്ററുകളാണ് നാണക്കേടുണ്ടാക്കിയതെന്നുള്ള വിലയിരുത്തലാണ് നിലവിൽ BJPക്കും കേന്ദ്ര സർക്കാരിനുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലേക്കൊരു തീരുമാനം അത് കൈക്കൊള്ളുവാൻ പോകുകയും ചെയ്യുന്നത്. അഭിനന്ദനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ രൂപവും സ്വഭാവവും ഒക്കെ മാറും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ വലിയൊരു മാഫിയ സംഘമായിട്ട് ചിലയിടങ്ങളിലെങ്കിലും കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാറുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, യഥാർത്ഥത്തിൽ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇതാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമ്മുടെ മത്സര പരീക്ഷകളുടെ സ്വഭാവത്തെ തന്നെ അത് മാറ്റിക്കളഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു അഭിരുചി നിർണ്ണയ പരീക്ഷ മാത്രമാണിത്. ഈ അഭിരുചി നിർണ്ണയ പരീക്ഷയിൽ ഇപ്പോൾ അഭിരുചിയല്ല നോക്കുന്നത്, വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ പരീക്ഷയുടെ അന്തസ്സത്തെ തന്നെ, പരീക്ഷയുടെ അടിസ്ഥാന സ്വഭാവത്തെയും ലക്ഷ്യത്തെയും തന്നെ പരാജയപ്പെടുത്തലല്ലേ. ഇതൊന്നും ആരും നോക്കൂല. കോച്ചിങ് സെന്ററുകൾ അവര് വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്ന മനുഷ്യരല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പല സ്ഥലങ്ങളും അറിയപ്പെടുന്നത് ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേരിലാണ്.